ടെമ്മിയാണ് ടെംല കോളേജിൽ നിന്ന്. ഇന്ന് നമുക്കൊരു സ്പീക്കിങ്ങിന്റെ കാർഡ് ഡിസ്കഷൻ ആണ് പോകുന്നത്. സോ സ്പീക്കിങ്ങിന്റെ കാർഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെയിൻലി നമ്മുടെ സ്പീക്കിങ്ങിന്റെ കാർഡ്സ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും നിൽക്കുന്നത് അല്ലെ. ഫുഡ് മാനേജ്മെന്റ്, പ്രൊസീജിയർ, കണ്ടീഷൻ പോലെ അല്ലെ. അപ്പം ഇവിടെ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഒരു അമ്മ, ജസ്റ്റ് ഇമാജിൻ ആസ് അമ്മയാണ് ചിന്തിക്കുക, അച്ഛനോ അമ്മയോ വോട്ടെവർ. അപ്പോൾ കൺസേൺ ആയിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പൊ ഈ അമ്മയുടെ കുഞ്ഞിന്റെ അഡ്നോയിഡ്സ് റിമൂവൽ കഴിഞ്ഞതാണ്. ഇപ്പൊ കുട്ടി ഡിസ്ചാർജിന് റെഡിയാണ്. അപ്പൊ ആസ് എ നേഴ്സ് നമ്മൾ ചെന്നിട്ട് ആ ഇൻഫർമേഷൻ കൊടുക്കുവാണ്. അപ്പൊ അമ്മയ്ക്ക് കുറെ അധികം കൺസേൺസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞ് ചെറുതാണ്, 7 വയസ്സേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 7 വയസ്സുള്ള കുട്ടിക്ക് ലൈക്ക് അവരുടെ അവർക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, ആഫ്റ്റർ ഡിസ്ചാർജ്, പോസ്റ്റ് ഡിസ്ചാർജ് കെയർ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനെ കുറിച്ച് കുറെ അധികം കൺസേൺസ് അമ്മയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കത് എങ്ങനെ അഡ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യണം, ഓരോ ടാസ്കും എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കട്ടെ, അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഐ എം സോറി, എനിക്ക് ചെറിയ ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. റിയലി സോറി ഫോർ ദാറ്റ്. സോ അത് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിൽ ഗോ വിത്ത് ദ ഡിസ്കഷൻ. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. സോ ആദ്യം നമ്മൾ നോക്കുന്നത് ആസ് യൂഷ്വൽ സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സ് നോക്കുമ്പോൾ ഹോസ്പിറ്റൽ വാർഡാണ്. അപ്പോൾ ഹോസ്പിറ്റൽ വാർഡ്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ അറിയാം ഇറ്റ്സ് എ നോട്ട് കേസ് എന്നുള്ളത് അല്ലേ. കമ്മ്യൂണിറ്റി സെന്റർ പോലെയല്ല. ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി അറിയാം ഇതൊരു നോട്ട് കേസ് ആയിരിക്കും. കാരണം ഈ പേഷ്യന്റ് നേരത്തെ അഡ്മിറ്റ് ആയതാണ്. മേ ബി 1-2 ദിവസം ആയതായിരിക്കും, ചിലപ്പോൾ ഡിസ്ചാർജ് ആയിരിക്കും. ഇവിടുത്തെ കേസിൽ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് കമ്മ്യൂണിറ്റി സെന്റർ ആണെങ്കിൽ പോലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ജസ്റ്റ് വാണ്ട് ടു നോ whether the patient has come earlier, കുറച്ച് നേരത്തെ വന്നതാണോ, whether our examination അല്ലെങ്കിൽ ഒബ്സർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞതാണോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഹോസ്പിറ്റൽ ബോർഡാണ്. നമ്മുടെ ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യു സി ദ പാരന്റ് ഓഫ് എ 7-year-old girl who has just had her adenoids removed and is due to be discharged. അപ്പൊ നമ്മൾ ആരെയാണ് കാണുന്നത്? 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഗേൾ ആണ് കേട്ടോ, കുഞ്ഞിന്റെ അമ്മേനെയാണ് കാണുന്നത്. കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് അഡ്നോയിഡ്സ് റിമൂവ്ഡ് ആണ്. ഓക്കെ, ഈ പേഷ്യന്റിന്റെ അഡ്നോയിഡ്സ് റിമൂവൽ ഒക്കെ കഴിഞ്ഞതാണ്. യു സി ദ പാരന്റ് ടു ഡിസ്കസ് ഹിസ് ഓർ ഹർ ഡോക്ടേഴ്സ് ഡിസ്ചാർജ് ആൻഡ് ടു ആൻസർ ദ പാരന്റ്സ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്തിനാ പാരന്റിനെ കാണുന്നത്? കുഞ്ഞിന്റെ ഡിസ്ചാർജ് കാര്യങ്ങളെ കുറിച്ച് പറയാനും എന്തെങ്കിലും കൺസേൺസ് പാരന്റ്സിനുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാനുമാണ്. പിന്നെ അവർ തന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് പ്രസന്റ് അല്ല, ഡോക്ടർ ഇസ് നോട്ട് പ്രസന്റ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ അല്ലെ. എന്താണ്? കുഞ്ഞിന് സർജറി കഴിഞ്ഞ കുഞ്ഞാണ്, ഡിസ്ചാർജിന് റെഡിയാണ്, പാരന്റിനെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ അടുത്ത് ഡിസ്ചാർജിന്റെ ഇൻഫർമേഷൻസ് കൊടുക്കാനും അതിനോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാനും. ഓക്കെ, ഇനി നമുക്ക് ടാസ്കിലേക്ക് പോവാം. ടാസ്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻ വേർബ്സ് എന്ന് പറയുന്നതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആക്ഷൻ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ടാസ്കിന്റെയും ഫസ്റ്റ് കാണുന്ന വേർഡ്സിനെയാണ് നമ്മൾ ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൺഫേം നമുക്ക് കാണാം, ഫൈൻഡ് ഔട്ട് കാണാം, ഔട്ട്ലൈൻ കാണാം, ഗീവ് ഡീറ്റെയിൽസ് കാണാം, പിന്നെ വീണ്ടും ഒരു അഡ്വൈസ് ഉണ്ട്, ഒരു ഔട്ട്ലൈൻ ഉണ്ട്, വീണ്ടും ഒരു അഡ്വൈസ് ഉണ്ട്, മേക്ക് റെക്കമെൻഡേഷൻസ് ഉണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ പറയുന്നുണ്ട്, പിന്നെ വീണ്ടും ഒരു കൺഫേം ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എത്ര ആക്ഷൻ വേർബ്സ് ഉണ്ട് ഇതിന്റെ? കൺഫർമേഷൻ കൊടുക്കണം, ഔട്ട്ലൈൻ ചെയ്യണം, ഗീവ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം, അഡ്വൈസ് കൊടുക്കണം, റെക്കമെൻഡേഷൻസ് കൊടുക്കണം, പിന്നെ വീണ്ടും അഡ്വൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്, ഔട്ട്ലൈൻ ചെയ്യേണ്ട കാര്യമുണ്ട്, കൺഫേം ചെയ്യണം വീണ്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ആക്ഷൻ വേർബ്സ് എന്ന് പറയുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആദ്യം കിട്ടുമ്പോൾ തന്നെ നമ്മൾ നോക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ആദ്യം കൺഫേം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൺഫേം ദ ഡോക്ടേഴ്സ് റെഡിനെസ് ഫോർ ഡിസ്ചാർജ് ആണ്. അപ്പൊ നമ്മൾ ചെല്ലണ വഴി തന്നെ ഓക്കെ ഡോക്ടർ ഇസ് റെഡി ഫോർ ഡിസ്ചാർജ് എന്ന് പറയണോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലെ. വി ജസ്റ്റ് വാണ്ട് ടു ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ. എങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? പേഷ്യന്റ് നോട്ട് കേസ് ആണ്, അപ്പൊ നമുക്ക് പേര് കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല.
പേര് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. Instead, we can just start that one, right? So, good morning, അല്ലെങ്കിൽ good evening, അല്ലെങ്കിൽ good afternoon വെച്ചിട്ട് start ചെയ്യാം. Okay, good morning, Ms. Elizabeth. I am Rachel, your doctor's attending nurse. How are you? Okay, നിങ്ങളുടെ ഡോക്ടറിന്റെ അറ്റൻഡിങ് നഴ്സ് ആണ്. How are you എന്ന് ചോദിക്കാം. അപ്പൊ അവർ fine എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? Good to hear that. Elizabeth, I'm glad to inform you that Sarah is ready for discharge and I'm here to discuss the same. Okay, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ മകള് റെഡിയാണ് ഡിസ്ചാർജിന്. ആൻഡ് I'm here to എന്തിനാണ്? I'm here to discuss the same. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ആ ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് എന്താണ്? അടുത്ത ടാസ്ക് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എന്താ നമുക്ക് അടുത്ത ടാസ്ക് നമുക്ക് തന്നേക്കുന്നത്? ഫൈൻഡ് ഔട്ട് എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പാരന്റ് ഹാസ് എനി കൺസേൺസ് ആണ് അല്ലേ? പാരന്റ്സിന് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. സോ നമുക്കിനി അത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്കത് ചോദിക്കാം. എങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഫൈൻഡ് ഔട്ട് ഇഫ് ദ പാരന്റ് ഹാസ് എനി കൺസേൺ എന്നുള്ളത്? പാരന്റ്സിന് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത് ചോദിക്കട്ടെ. അപ്പോൾ അവർ മേ ബി എന്തെങ്കിലും ഡു യു ഹാവ് എനി കൺസേൺസ് റിഗാർഡിംഗ് ദ സെയിം എന്ന് ചോദിക്കുമ്പോൾ അവർ മേ ബി എന്തെങ്കിലും ഒരു കൺസേൺ ഉള്ളതിനെ കുറിച്ച് പറയും. അതുകൊണ്ടാണ് പെയിൻ മാനേജ്മെന്റ്, സെൽഫ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജിനെ കുറിച്ചൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ മേ ബി അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വൈ എന്റെ കുട്ടി റെഡി ആയോ, ഡിസ്ചാർജിന് ആക്ച്വലി റെഡി ആണോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴും അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറയണം. ഓക്കെ, വെൽ Ms. Elizabeth, the reason for Sarah's discharge confirmation is that her post-operative recovery is very much satisfactory. Post-operative recovery satisfactory ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അത് വെച്ച് അങ്ങ് പറഞ്ഞാൽ മതി. Doctors, post-operative recovery is very much satisfactory and there are no complications, and complications during the time of the procedure as well as during the recovery period so far. So, Ms. Elizabeth, do you have any concerns regarding your child? കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ ഓഫ് കോഴ്സ് അവർക്ക് കൺസേൺസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ കൺസേൺസിനെ കുറിച്ച് നമ്മൾ അഡ്രസ് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെയാ നമുക്കത് ചെയ്യേണ്ടത്? ഔട്ട്ലൈൻ, കോമൺ, ടെമ്പററി, ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെ? ടെമ്പററി ആയിട്ടുള്ള കുറച്ച് ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവരുടെ കൺസേൺസ് അവർ നമ്മളോട് പറയുമ്പോൾ നമ്മളത് അക്നോളജ് ചെയ്യുക. അക്നോളജ് യുവർ കൺസേൺസ് മിസ് എലിസബത്ത് എന്ന് പറഞ്ഞിട്ട് I like to let you know that, അല്ലെങ്കിൽ I would like to let you know that there will be some after effects. എന്തൊക്കെയാണ് some after effects? Sore throat, earache, stiff jaw, change in voice, etc. അല്ലെ? അപ്പൊ അത് പറയാം. Okay, let you know that there will be some after effects of adenoidectomy for her. എന്തൊക്കെയാണത്? These are quite normal and self-limiting. വലിയ ടെമ്പററി ആണല്ലേ? അപ്പൊ അതുകൊണ്ട് സെൽഫ് ലിമിറ്റിംഗ് ആണ്. Some of the common after effects are sore throat and change in voice. Along with that, she may also experience earache, stiff jaw, etc., which are quite normal. അതൊക്കെ വളരെ നോർമൽ ആണ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ what can be their answer? കാരണം അടുത്ത ടാസ്ക് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഗീവ് ഡീറ്റെയിൽസ് ഓഫ് റെക്കമെൻഡഡ് പെയിൻ റിലീഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫ് കോഴ്സ് അവരുടെ കൺസേൺ പെയിനെ കുറിച്ചിട്ടായിരിക്കും അല്ലെ? പെയിനെ കുറിച്ച് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പെയിന്റെ കാര്യമോ ഓക്കെ ആഫ്റ്റർ ഇഫക്ട്സ് നമ്മൾ പറഞ്ഞു. സോ വാട്ട് അബൌട്ട് ദ പെയിൻ? വെൽ മൈ ചൈൽഡ് എക്സ്പീരിയൻസ് എ ലോട്ട് ഓഫ് പെയിൻ എന്ന് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം പറയാം ഓക്കെ മിസ് എലിസബത്ത്, ഇൻ കേസ് സാറ എക്സ്പീരിയൻസസ് പെയിൻ യു ക്യാൻ പ്രൊവൈഡ് OTC മെഡിസിൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഓവർ ദ കൗണ്ടർ പെയിൻ കില്ലേഴ്സ് ലൈക്ക് പാരസെറ്റമോൾ ഇൻ ഓർഡർ ടു റിലീവ് എ പെയിൻ. ഓക്കെ, അപ്പൊ നമ്മൾ അത് അഡ്രസ് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അഡ്വൈസ് ഓൺ ടൈം സ്കെയിൽ ഫോർ സോളിഡ് ഫുഡ്. അപ്പോൾ of course in between you can ask like okay, so well Ms. Elizabeth, I hope you understand that one. Do you have any further queries? വേറെ further queries ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോഴായിരിക്കണം ഇവർ ഈ സോളിഡ് ഫുഡിനെ കുറിച്ച് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അഡ്വൈസ് പറഞ്ഞിരിക്കുന്നത് ഓൺ ടൈം സ്കെയിൽ ഫോർ സോളിഡ് ഫുഡ്. പേപ്പർ തൊട്ട് എൻ്റെ കുട്ടിക്ക് സോളിഡ് ഫുഡ് കൊടുക്കാമെന്ന് ചോദിക്കും. അപ്പോൾ you need to
give advice on that one. അത് അവരുടെ concern ആയിട്ടായിരിക്കും raise ചെയ്തേക്കുന്നത്. So you can just say it's like your concern is understandable. I'll guide you through the dietary requirements after adenodectomy. എന്നിട്ട് നമ്മൾ പറയുക time scale. Okay, the time scale for solid food is 3 days. By that time, her wound will heal to a larger extent. എന്നിട്ട് പറയാം in the meantime നമുക്ക് എന്തൊക്കെ type of foods ആണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. Easy to swallow, smooth texture, non-abrasive ആയിരിക്കണം അല്ലേ? So you can just provide her food types that are easy to swallow. Okay, easy to swallow and should have a smooth texture. Along with that, it should be non-abrasive so that she won't feel any difficulties while having it. And there will be only very less chance of infection or injury. Okay, അപ്പോൾ ആ ഒരു particular task complete ആയില്ലേ? ഇനി അടുത്തത് എന്താണ് അഡ്വൈസ് ഡേറ്റ് ഫോർ റിക്കവറി അറ്റ് ഹോം. അവിടെയും അവരൊരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എൻ്റെ കുഞ്ഞ് എത്ര നേരം അല്ലെങ്കിൽ എന്താ പറയുക എത്ര നാൾ വീട്ടിൽ വിശ്രമിക്കണം, ഹൗ ലോങ് ഷുഡ് ഷീ ടേക്ക് റെസ്റ്റ് ഓർ ക്യാൻ ഐ സെൻഡ് ഹർ ടു സ്കൂൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അഡ്വൈസ് നീഡ് ടു റിക്കവറി അറ്റ് ഹോം. അഡ്വൈസ് നീഡ് ഫോർ റിക്കവറി അറ്റ് ഹോം. വീട്ടിൽ അറ്റ് ഹോം ആണ് 1 week. അപ്പോൾ നമുക്കത് എങ്ങനെ അഡ്രസ് ചെയ്യാം? അവരത് ചോദിക്കുമ്പോൾ അവർ ആ കൺസേൺ റേസ് ചെയ്യുമ്പോൾ ബീങ് എ മദർ യുവർ കൺസേൺസ് ആർ സെൻസിബിൾ. ഹവർ ഐ എം സോറി ടു സേ ദാറ്റ് ഷീ നീഡ്സ് 1 week ഓഫ് റെസ്റ്റ് അറ്റ് ഹോം ഫോർ റിക്കവറി ആൻഡ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഈസ് നീഡഡ്. ഓക്കെ, ഞാനത് പറഞ്ഞു തരാം, എന്തുകൊണ്ടാണ് അത് വേണ്ടതെന്ന് പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഔട്ട്ലൈൻ ചെയ്യണം. ഔട്ട്ലൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന അടുത്ത ടാസ്ക് ഔട്ട്ലൈൻ ചെയ്യണം. എന്തൊക്കെയാണ് ഔട്ട്ലൈൻ ചെയ്യേണ്ടത്? ഔട്ട്ലൈൻ വേസ് ടു റെഡ്യൂസ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. So നമ്മൾ പറയണം okay, so Ms. Elizabeth, you know your child is currently at high risk of infection. Okay, therefore it is very important to avoid situations that can spread infection. എന്തൊക്കെയാണ് situations? Some of the ways to reduce the risk of infections are to avoid contact with people having cough and cold. അതിന്റെ കൂടെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന കേസാണ് no swimming for 3 weeks. അപ്പോൾ in addition or along with that, it would be appreciable if you could not send her swimming for the next 3 weeks. Swimming will also increase the chance of getting an infection. ഓക്കെ, സോ അത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി കൊടുക്കുക. അടുത്ത ടാസ്ക് എന്താ നമ്മളോട് പറഞ്ഞേക്കണേ? എക്സ്പ്ലോർ എനി അതർ പാരന്റ്സ് കൺസേൺസ് ടു ബി അഡ്രസ്ഡ്. അപ്പോൾ വേറെ എന്തെങ്കിലും കൺസേൺസ്? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലാരിഫൈഡ്. സോ ഡു യു ഹാവ് എനി മോർ ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവരുടെ ചോദ്യം മേ ബി ചോദിക്കാം, എക്സ്പ്ലോർ എനി അതർ പാരന്റ്സ് കൺസേൺ, നെക്സ്റ്റ് സ്റ്റെപ്സ് എക്സെട്ര, ഇനി എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ മേ ബി അവർ ചോദിക്കാനുള്ള ചാൻസ് ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ടാസ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഈ ലാസ്റ്റ് ടാസ്ക് ആണ്. കാരണം അവിടെ തന്നിരിക്കുന്ന കൺഫേം നോ ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ് നെസസറി എന്നാണ്. ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ് വേണം എന്നല്ല, വേണ്ട. പക്ഷേ സ്ട്രെസ് നീഡ് ഫോർ മെഡിക്കൽ ഹെൽപ്പ് ഇഫ് ഡോക്ടർ ഡെവലപ്പ് സിവിയർ സിംറ്റംസ്. ഓക്കെ, എന്തെങ്കിലും സിവിയർ സിംറ്റംസ് കാണിച്ചാൽ അത് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? അവര് ഓക്കെ ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഐ അപ്രീഷിയേറ്റ് യുവർ കോൺഷ്യസ്നെസ്. ആക്ച്വലി എന്താണ്? നോ ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ് ഇസ് നെസസറി ഫോർ സാറാസ് കണ്ടീഷൻ. പെർഹാപ്സ് ഇഫ് ഷീ ഡെവലപ്സ് സിവിയർ സിംറ്റംസ് then you need to seek medical attention. Some of the situations are എന്തൊക്കെയാണ്? If Sarah develops fever or if she suffers intense pain, or sometimes she may have some prolonged bleeding from mouth, then an immediate medical attention is very much essential. And you have to make sure that you will be checking for any sort of abnormalities, and if such cases arises, it is very important to seek medical attention or contact us without any further delay. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സ്ട്രെസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, സ്ട്രെസ് നീഡ്. അപ്പൊ അത് നമ്മൾ പറയാം, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സീക്ക് മെഡിക്കൽ അറ്റൻഷൻ. അത് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? അടുത്ത കാര്യം എല്ലാം കഴിഞ്ഞു, ടാസ്ക് എല്ലാം കഴിഞ്ഞു അല്ലേ? സോ അപ്പൊ നമ്മളിത് എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യും? എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ്. അപ്പൊ അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, കൺസേൺസ് എല്ലാം അഡ്രസ് ചെയ്തു, ആൻഡ് ദേ ആർ ഹാപ്പി വിത്ത് ദാറ്റ് വൺ. സോ വാട്ട് വി ഹാവ് ടു ഡു നൗ? നമുക്ക് ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ അവരതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു? ഓക്കെ, സോ വെൽ മിസ് എലിസബത്ത്, വിത്ത് പ്രോപ്പർ കെയർ ആൻഡ് മെഡിക്കേഷൻസ് യുവർ ഡോക്ടർ വിൽ റിക്കവർ ഫാസ്റ്റർ, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ അവർ മെഡിക്കൽ അഡ്വൈസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് വിതൗട്ട് എനി ഫെയിലിയർ ഫോർ എ സേഫർ ആൻഡ് സ്വിഫ്റ്റ് റിക്കവറി. സേഫറും സ്വിഫ്റ്റുമായിട്ടുള്ള റിക്കവറിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ അഡ്വൈസ് ഫോളോ ചെയ്യുക. ഓക്കെ, ആൻഡ്
towards the end, of course, you can say like, thank you for your cooperation, Miss Elizabeth. I wish your doctor a speedy recovery. എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു ടാസ്ക് വൈൻഡ് അപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ടാസ്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ജസ്റ്റ് കമന്റ്, ഐ ക്യാൻ answer for that one. എന്തൊക്കെ ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓർ ഇഫ് യു ഹാവ് സം റിക്വസ്റ്റ് ഓൺ എനി പർട്ടിക്കുലർ കാർഡ് ടു ബി എക്സ്പ്ലെയിൻഡ്, യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ഓൾസോ. ഐ ക്യാൻ ഡു ദാറ്റ് ടു. ഓക്കെ, അപ്പോൾ അതും ചെയ്യാം, നോ വറീസ്. സോ വാട്ട് എൽസ്? ഇനി അടുത്തത് നമുക്കൊരു റൈറ്റിങ്ങിന്റെ ടാസ്കിന്റെ ഡിസ്കഷൻ ആയിരിക്കും. അത് നെക്സ്റ്റ് ഡേ തന്നെ റൈറ്റിംഗ് ടാസ്കിന്റെ ഡിസ്കഷൻ കൂടി തരാം. ഇതൊരു സ്പീക്കിംഗ് ടാസ്ക് ആയിരുന്നു. സോ ഏതെങ്കിലും കേസ് നോട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് വൺ. അഗെയിൻ നമ്മളുടെ FB പേജിന്റെ അകത്ത് ലൈവായിട്ട് റീഡിങ്ങിന്റെ പാർട്ട് ബിയുടെ ഡിസ്കഷൻ പോകുന്നുണ്ട്. അത് ഇന്ത്യൻ ടൈം 1:30 പോകുന്നത്. സോ ഇഫ് യു പീപ്പിൾ നീഡ് ഇറ്റ്, യു ക്യാൻ ജസ്റ്റ് മേക്ക് യൂസ് ഓഫ് ദാറ്റ് വൺ. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും റിക്വയർമെന്റ്സോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് വൺ. വിൽ മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് അഡ്രസ്ഡ് ഇറ്റ്. ഓക്കെ, പിന്നെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. എക്സാം ബാച്ചിന്റെ സ്പെഷ്യൽ കോച്ചിങ്ങും ഉണ്ട്. ദാറ്റ് വിൽ ബി ഫോർ 10 days or 15 days ആയിരിക്കും. ആൻഡ് yeah, that's it. So എന്തെങ്കിലും കൺസേൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. We'll address to it. Okay, so thank you.